എല്ലാവർക്കും നമസ്കാരം. ആം, ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മളുടെ ഇഷ്ടങ്ങളെ പറ്റിയാണ്. നമ്മൾക്ക് എല്ലാവർക്കും ഓരോരോ ഇഷ്ടങ്ങളുണ്ട്, അനിഷ്ടങ്ങളുണ്ട്. അത് നമ്മൾ എങ്ങനെ നമ്മളുടെ ആ ഇഷ്ടങ്ങളെ എങ്ങനെ നമ്മൾ സാധിക്കുന്നു അല്ലെങ്കിൽ സാധിച്ചെടുക്കുന്നു എന്നൊക്കെ പറയത്തില്ലേ, എന്ന് പറഞ്ഞതുപോലെ ആ ഇഷ്ടങ്ങൾ സാധിക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം, അല്ലെ നമ്മളുടെ ഇഷ്ടങ്ങൾ കൊണ്ട് മറ്റുള്ളവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടോ എന്നുള്ള ആ ഒരു തിരിഞ്ഞുനോട്ടമാണ് ഇന്ന്. അപ്പം എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ പോഡ്കാസ്റ്റ് ബൈ നിഷ ജോർജ് എപ്പിസോഡ് 2 എല്ലാവരെയും ക്ഷണിച്ചുകൊള്ളുന്നു. തെറ്റുകൾ പലതും ഉണ്ടാകാം, കാരണം ഇത് എഡിറ്റഡ് ആയിട്ടുള്ള ഒരു ഫോമാറ്റിലല്ല ഞാനിത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ സംസാരിക്കുമ്പോൾ എൻ്റെ മനസ്സ് തോന്നുന്ന വാക്കുകളാണ് പറയുന്നത്. അപ്പം ഇഷ്ടങ്ങൾ അല്ലേ, അതിനെപ്പറ്റി തന്നെ സംസാരിക്കാം വളരെ ചെറിയ വാക്കുകളിൽ. എനിക്ക് വളരെയധികം ഇഷ്ടങ്ങളുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ നമ്മൾക്ക് സംസാരിക്കാനായിരിക്കാം, ചില വ്യക്തികൾക്ക് പാട്ട് പാടാനായിരിക്കാം, ചിലർക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിലായിരിക്കാം. എൻ്റെ ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസാരിക്കാൻ എനിക്കിഷ്ടമാണ്, എഴുതാൻ ഇഷ്ടമാണ്. പക്ഷേ ഈ സംസാരിച്ചാലും എഴുതിയാലും എനിക്ക് ഒരു സാഹിത്യ ഭാഷയോ അതൊന്നും വരത്തൊന്നുമില്ല. സാധാ സംസാര രീതിയേ ഉള്ളൂ വരത്തുള്ളൂ. അപ്പം എൻ്റെ മനസ്സിലോട്ട് എന്താണോ കടന്നു വരുന്നത് അത് മാത്രമേ എനിക്ക് പുറത്തേക്ക് അല്ലെ പകർന്നു തരാൻ അല്ലെങ്കിൽ എഴുതാൻ പറ്റത്തുള്ളൂ. എന്ന് പറഞ്ഞതുപോലെ നമ്മളുടെ ഈ ഇഷ്ടങ്ങൾ സാധിക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഇഷ്ടങ്ങൾക്ക് വേണ്ടി നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ സന്തോഷം കണ്ടെത്തുന്നുണ്ട് അതിൽ. അല്ലെങ്കിൽ ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ സന്തോഷം കണ്ടെത്തുന്നുണ്ട്, ഞാൻ എഴുതുമ്പോൾ സന്തോഷം കണ്ടെത്തുന്നുണ്ട്. അതുപോലെ തന്നെ ദിവസവും ഞാൻ നടക്കാൻ പോകുമ്പോൾ അത് ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്, കാരണം എൻ്റെ മനസ്സിന് വളരെയധികം റിലാക്സ് ചെയ്യുന്ന ആ ഒരു ആക്ടിവിറ്റിയാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷെ അത് എത്രത്തോളം മറ്റുള്ളവർക്ക് ഇഷ്ടമാകും എന്നെനിക്കറിയില്ല. അത് ഏതെങ്കിലും തരത്തിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു കൊണ്ട് മറ്റുള്ളവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമോ എന്നും എനിക്കറിയില്ല. എന്നിരുന്നാലും എൻ്റേതായ ചെറിയ സമയത്തിൽ എൻ്റെ ആ ഒരു ഫ്രീ ടൈം കിട്ടുന്ന സമയത്തായിരിക്കും ഞാൻ എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഇതുപോലെ നിങ്ങളിൽ എത്ര പേര് നമ്മളുടെ മൈൻഡിൻ്റെ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട്, നമ്മുടെ മനസ്സിൻ്റെ ആ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് എത്ര പേര് തനിച്ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട്? ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ചിലർക്ക് ബുക്ക് വായിക്കുന്നതായിരിക്കാം, ചിലർക്ക് കവിതകൾ വായിക്കുന്നതായിരിക്കാം, ചിലർക്ക് യാത്രകൾ പോകുന്നതായിരിക്കാം. യാത്രകൾ പോകാൻ വളരെയധികം ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് ഞാനും. പക്ഷെ ആ ഇഷ്ടം ഇപ്പം ഈ കോവിഡിൻ്റെ റെസ്ട്രിക്ഷനും മറ്റുള്ള ഇഷ്യൂസും കാരണം ഞങ്ങൾക്കിവിടെ മെൽബണിൽ സാധിക്കുന്നില്ല. എന്നിരുന്നാൽ തന്നെ ചുറ്റുമുള്ള ആ ഒരു യാത്ര, ചെറിയ യാത്രകളാണെന്നുണ്ടെങ്കിലും അത് മാക്സിമം ഒരു എന്തുവാ നമുക്ക് നല്ലൊരു പ്രകൃതി ഭംഗിയൊക്കെ ഉള്ള ഒരു സ്ഥലത്തൂടെ പോകാനും ആ രീതിയിലൊക്കെ കൊണ്ടുപോകാനും ഒക്കെ നോക്കുന്നുണ്ട് ഞാൻ. എന്നിരുന്നാൽ തന്നെ നമുക്ക് ആ ഒരു നമ്മളുടെ ഒരു ഓഫ് അല്ലെങ്കിൽ ഒരു ഫ്രീ ദിവസം കിട്ടുന്ന സമയത്ത് ഒരു ലോങ് ഡ്രൈവിന് പോകുന്നതോ അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഒന്നും ഇപ്പം നടക്കുന്നില്ല. അപ്പം അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ടാകാറുണ്ട്. നമ്മുടെ സുഹൃത്തുക്കളെ കാണാൻ പറ്റുന്നില്ല. അങ്ങനെ കുറേ ഇഷ്ടങ്ങൾ നമുക്ക് ഇപ്പോഴത്തെ ഒരു അറ്റ്മോസ്ഫിയറിൽ നമുക്ക് മാറ്റി വെക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ആ ഒരു സമയത്ത് നമ്മൾ ചിലപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ വായിക്കുന്നത്, എഴുതുന്നത്, ഒരു സുഹൃത്തിനോട് സംസാരിക്കുന്നത്, നമ്മളുടെ മനസ്സിലുള്ള ഇഷ്ടങ്ങൾ ഷെയർ ചെയ്യാനും നമ്മളുടെ അതേ ലൈൻ ഓഫ് തിങ്കിങ് അല്ലേ, അതേപോലെ രീതിയിൽ സംസാരിക്കാൻ ഇഷ്ടമുള്ളവർ ആ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി, അല്ലെങ്കിൽ നമ്മളുടെ കൊളീഗ്സ്, അല്ലെങ്കിൽ നമ്മളുടെ വീട്ടിലുള്ളവർ, അവരുമായിട്ട് നമ്മളുടെ ആ ഇഷ്ടങ്ങൾ പങ്കുവെക്കുമ്പോൾ നമ്മുടെ മനസ്സിന് കിട്ടുന്ന ആ ഒരു സന്തോഷം അല്ലെങ്കിൽ ആശ്വാസം എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഫീലിംഗ് ആണ്. വളരെ ഐസൊലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ വളരെ ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്ന ഓരോ അവസ്ഥയിലും ഓരോ മാനസികാവസ്ഥയിലും വളരെ ഓപ്പൺ ആയിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. മറ്റേ സൈഡിലിരിക്കുന്ന ആളൊരു ഗുഡ് ലിസണർ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് എത്രത്തോളം നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വരുത്തും എന്നുള്ളത് അതിനെപ്പറ്റി നമുക്കൊന്ന് ചിന്തിക്കാവുന്നതാണ്. ഇഷ്ടങ്ങൾ എല്ലാവർക്കും ഉണ്ട്,
പക്ഷേ ഇഷ്ടങ്ങൾ ഒരിക്കലും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ കൊണ്ടുപോകാൻ നമുക്ക് ശ്രമിക്കാം. അപ്പം ഞാനും അതിനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഇഷ്ടങ്ങൾ കൊണ്ട് മറ്റുള്ളവർക്ക് യാതൊരു തരത്തിലുള്ള വേദന ഉണ്ടാകാതിരിക്കാൻ ഞാൻ ഡെയിലി അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കുന്ന ഒരാളാണ്. എന്ന് പറഞ്ഞാലും നമ്മളുടെ മനസ്സിന് സന്തോഷം തരുന്ന ഇഷ്ടങ്ങൾ നമ്മൾ മാറ്റിവെക്കേണ്ടതില്ല. കാരണം അത് നമ്മളുടെ മനസ്സിൻ്റെ ആ ഒരു ബാലൻസിങ് ആക്റ്റാണ്. ആ ഒരു ഇതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് നമ്മളുടേതായ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ ആസ്വദിക്കണം എന്ന് പറയുന്ന ഒരു വ്യക്തി തന്നെയാണ് ഞാനും. നമ്മളുടെ കൂടെയുള്ളവരുടെയും നമ്മളുടെ സുഹൃത്തുക്കളുടെയും അല്ലെ നമ്മളുടെ വീട്ടുകാരുടെയും അവർക്കെല്ലാവർക്കും പേഴ്സണലി അങ്ങനെയുള്ള കൊച്ചു കൊച്ചു സന്തോഷങ്ങളും കൊച്ചു കൊച്ചു ഇഷ്ടങ്ങളും കാണും. അപ്പം നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്യണം. തീർച്ചയായിട്ടും നമ്മൾ അവരോടൊപ്പം നിൽക്കണം, അവരിൽ അഭിമാനിക്കണം. അവർ എടുക്കുന്ന ഓരോ എഫേർട്ടും അപ്രീഷിയേറ്റ് ചെയ്യണം. അവർക്ക് താങ്ങും തണലുമായിട്ട് നിൽക്കണം. ആ ഒരു എഫേർട്ട് എടുക്കാനുള്ള നമ്മുടെ മനസ്സ് നമുക്കുണ്ടെങ്കിൽ തന്നെ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കും, അല്ലേ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നിങ്ങൾക്കും അങ്ങനെ നിങ്ങളുടെ ഇഷ്ടങ്ങളോടൊപ്പം മറ്റുള്ളവരുടെ ഇഷ്ടങ്ങളെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സും ഒരു നല്ലൊരു ആറ്റിറ്റ്യൂഡും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ദിസ് ഇസ് നീഷ signing off from podcast by Nisha George. Thank you all. You all have a wonderful day. Bye-bye.